നിസ്കാരം ഒഴിവാക്കുന്നവന്റെ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്? അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. ആ ഒരു വിഷയം തന്നെ മനസ്സിലാക്കിയാൽ മതി അതിന്റെ ഗൗരവം അറിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് ഇൽമു പഠിക്കാനുള്ള മജ്ലിസുകൾ. ഇൽമു പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ്. ഈ ഒരു മജ്ലിസിൽ ഇഖ്ലാസോടുകൂടി ഇരിക്കാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ സന്തോഷമുള്ള ഒരു മജ്ലിസാകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ പല ആളുകളും പല കാര്യങ്ങളുടെയും പിന്നാലെ പോവുകയാണ്, പലതിന്റെയും പിന്നിൽ. ചില ആളുകൾ ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ മാത്രമാണ്. വേറെ ചില ആളുകൾ ആൾക്കാരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കാനാണ്. അതിലേറ്റവും ഖേദം, ചില ആളുകൾ ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ കുറ്റവും കുറവും പറഞ്ഞു നടക്കുകയാണ്. അതിൽ നിന്നൊക്കെ മാറി ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് റബ്ബ് നൽകുന്ന വലിയ നിഅമത്താണ്. ആ ഒരു നിഅമത്തിന് ശുക്ർ ചെയ്യുക. ഏത് സമയത്താണ് അള്ളാഹു അത് തട്ടിക്കളയുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് എന്നും സബാത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഞാനിത് പറയാനുള്ള കാരണം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനോട് സംസാരിച്ചു, അല്ലെങ്കിൽ ഒരു സഹോദരന്റെ അവസ്ഥ ഞാൻ അറിഞ്ഞു. ആ വ്യക്തി അല്ലെങ്കിൽ ആ സഹോദരൻ പറയുകയാണ്, ഇവിടെയുള്ള ഒരാളിൽ നിന്നും, ഒരു ത്വാലിബിൽ നിന്നും ഇൽമു പഠിക്കാൻ പാടില്ല. അപ്പൊ അതിന് കാരണം എന്താണ്? അവരുടെ എന്തെങ്കിലും അഖീദയിൽ പിഴവുകളുണ്ടോ, മൻഹജിൽ പിഴവുണ്ടോ? ഒരു വ്യക്തിക്ക് അഖീദയിൽ പിഴവുണ്ടെങ്കിൽ ഒഴിവാക്കുക, അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കരുത്. മൻഹജിൽ പിഴവുണ്ടെങ്കിൽ ഒഴിവാക്കുക, ഇൽമു പഠിക്കരുത്. പക്ഷെ ഇതങ്ങനൊന്നും ഇല്ലാതെ പറയുന്ന കാരണം എന്താ? ആ വ്യക്തി ഇന്നാളെ അംഗീകരിക്കുന്നില്ല, ഇന്ന ഷെയ്ഖിനെ അംഗീകരിക്കുന്നില്ല. ഇത് വലിയൊരു ഫിത്നയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയേ, ദീനിന്റെ എത്രയോ വലിയ വലിയ മസ്അലകൾ അവരോട് ചോദിച്ചാൽ അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുമില്ല. അതറിയാത്തതിന്റെ പേരിൽ ആരും അഹ്ലുസുന്നയിൽ പുറത്താകില്ല, അല്ലെങ്കിൽ അഖീദ ഇല്ലാത്തവരാവുകയില്ല. നേരെ മറിച്ച് ഒരു ഷെയ്ഖിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നൊക്കെ പലരും ഇന്ന് വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഒന്നുകിൽ പഠിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഓരോരോ വ്യക്തികളുടെ വിഷയത്തിൽ സംസാരിക്കുന്നതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ഒരു സഹോദരൻ നാട്ടിലുള്ള എല്ലാ ദാഇമാരെയും കുറ്റം പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അദ്ദേഹം ഇവരൊക്കെ ഒഴിവാക്കാനുള്ള കാരണം, മറുവശത്തുള്ള അല്ലെങ്കിൽ ഇവരൊക്കെ ബിദ്അത്തിന്റെ ആളാണെന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ വിഭാഗത്തിന്റെ ഒരു ഷെയ്ഖിന്റെ അരികിൽ അദ്ദേഹം പോയപ്പോൾ ആ ഷെയ്ഖ് എല്ലാവരോടും സംസാരിച്ചത്രേ. അത് കാരണത്താൽ ബാക്കി എല്ലാവരെയും അയാൾ ഒഴിവാക്കി. കാരണം എന്താ പറഞ്ഞത്? ആ ഷെയ്ഖ് എല്ലാവരോടും സംസാരിച്ചു, അപ്പൊ അത്രയും വിനയുള്ള ഷെയ്ഖാണ്. അപ്പൊ ആ ഷെയ്ഖിന്റെ ദർസിലിരിക്കാത്ത ഇവരൊക്കെ എന്താളുകളാണ്? ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള പല കാരണങ്ങളും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അള്ളാഹുവിന്റെ ദീനിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായി അനുസരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ മാത്രം? അള്ളാഹുവിന്റെ റസൂലിനെ മാത്രമാണ്. അതല്ലാതെ ഒരു ഇമാമിനെയും ഒരു വ്യക്തിയെയും തഖ്ലീദ് ചെയ്യാൻ നമ്മോട് അള്ളാഹു റസൂല കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ തഖ്ലീദ് അനുവദനീയമാണെങ്കിൽ ഏറ്റവും നല്ലത് ആരെ തഖ്ലീദ് ചെയ്യലാണ്? ഇമാം ഷാഫിഈയെ തഖ്ലീദ് ചെയ്യാം, ഇമാം അബൂ ഹനീഫ അല്ലെങ്കിൽ മാലിക്കിനെ തഖ്ലീദ് ചെയ്യാം. അതുകൊണ്ട് അത്തരത്തിലുള്ള മാർഗങ്ങളിൽ പോകാതിരിക്കുക. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ഉബൂദിയ്യത്തിന്റെ കാര്യങ്ങളെ പഠിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദർസിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിന്റെ ഗൗരവം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും.
ഒന്നാമത്തേത്, ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? നിസ്കാരമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന വിഷയം എന്താണ്? അതും നിസ്കാരമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ തുടക്കം, അതുപോലെ തന്നെ മരണശേഷമുള്ള ജീവിതത്തിൽ വിചാരണയുടെ തുടക്കവും എന്താണ്? നിസ്കാരത്തെക്കുറിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ നിസ്കാരം എപ്പോഴാണ് വാജിബായത് അതും നമ്മൾ പറഞ്ഞു. നിസ്കാരം എപ്പോഴാണ് വാജിബായത് അതിനെക്കുറിച്ചും പറഞ്ഞു. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം വാജിബായത്. ഇസ്രാ മിഅ്റാജ് നടന്നത് എപ്പോഴാണെന്ന വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, നിസ്കാരം ആദ്യം അള്ളാഹു നിർബന്ധമാക്കിയത് 2 റക്അത്തായിട്ടാണ്. അതിനുശേഷമാണ് ഹിജറക്ക് ശേഷം, ഹിജറ 1-ാം വർഷത്തിൽ 4 റക്അത്തായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം വാജിബാക്കുന്നത്. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷമുള്ള 1-2 വിഷയങ്ങൾ നാം പറഞ്ഞിരിക്കുന്ന കിതാബ് ആരംഭിക്കുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ള 1-2 കാര്യങ്ങൾ ബറക്കല്ലാഹു ഫീക്കും. ഒന്നാമത്തേത്, നിസ്കാരം ഒഴിവാക്കുന്നവന്റെ വിധി എന്താണ്? നമ്മുടെ നാടുകളിൽ നിന്ന് പല ആൾക്കാരും, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു പക്ഷേ പലരും ഉണ്ടാകും നിസ്കാരം ഒഴിവാക്കുന്നവർ. നിസ്കാരം ഒഴിവാക്കുന്നതിന്റെ വിധി എന്താണ്? ഒരു വ്യക്തി നിസ്കാരം വാജിബല്ല എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി കാഫിറാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു വ്യക്തി പറയുകയാണ് നിസ്കാരം വാജിബല്ല, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കാഫിറാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുകയാണ് ഇന്ന ആൾക്ക് നിസ്കാരം വാജിബല്ല, അങ്ങനെയാണെങ്കിലും ആ വ്യക്തി കാഫിറാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരം വാജിബാണ്. നമ്മുടെ നാടുകളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചില പുസ്തകങ്ങളിൽ CM മടവൂരിനെ സംബന്ധിച്ചൊക്കെ എഴുതപ്പെട്ട ചില പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിസ്കാരം വാജിബല്ല, കാരണം അദ്ദേഹം അത്രയും വലിയ ദർജയിലെത്തിയ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി വിശ്വസിക്കുകയാണെങ്കിൽ ആ വ്യക്തി കാഫിറാണ്. ആ വ്യക്തി കാഫിറാണ്. ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ളയുടെ സംഭവം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒരു ദിവസം നടക്കാനിറങ്ങിയതായിരുന്നു. വൈകുന്നേരം നടക്കാനിറങ്ങി ഒരു പുഴക്കരയിലൂടെ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം, വലിയൊരു മേഘം മനുഷ്യരൂപത്തിൽ അദ്ദേഹത്തിന് അരികിലേക്ക് വന്നു. അങ്ങനെ ഈ മേഘം അദ്ദേഹത്തിന് അരികിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ആകെ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന് അരികിലേക്ക് ഒരു മേഘം വരികയാണ്. ആ മേഘം ഒരു മനുഷ്യരൂപത്തിൽ, അല്ലെങ്കിൽ മേഘത്തിൽ നിന്നൊരു മനുഷ്യരൂപം പ്രത്യക്ഷപ്പെടുകയും ആ മനുഷ്യരൂപം ഷെയ്ഖ് അബ്ദുൽ ഖാദറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് മുതൽ ഈ ഉമ്മത്തിന് ഹലാലായ കാര്യങ്ങളൊക്കെ, ഇന്ന് മുതൽ ഈ ഉമ്മത്തിന് ഹറാമായ കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ഹലാലാണ്. ഇനി മുതൽ താങ്കൾ നിഷിദ്ധമായിട്ടോ താങ്കൾക്കൊന്നുമില്ല, താങ്കൾക്ക് എല്ലാ ഹറാമായ കാര്യങ്ങളും ചെയ്യാം. അതുപോലെ തന്നെ ഇനി മുതൽ താങ്കൾ നിസ്കരിക്കേണ്ടതില്ല എന്നിങ്ങനെ ഒരു അദൃശ്യ ശക്തി എന്ന പോലെ ഒരു മേഘം വന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ളയുടെ അരികിൽ വന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം വായിൽ ഉമനീരൊക്കെ ഒരുമിച്ച് കൂട്ടുകയും കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ എന്നെ തൊട്ട്, അല്ലെങ്കിൽ നീ എന്നെ തൊട്ട് വിട്ടുപോവുക, നീ അള്ളാഹുവിന്റെ ശത്രുവാണ്, ഫഇന്നമാ അൻത ശൈത്താൻ, നീ പിശാചാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ള അതിനോട് മറുപടി പറഞ്ഞു. ഈ സമയത്ത് ആ മേഘം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലെങ്കിൽ ആ വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, അത് വന്നത് പിശാചാണ്. ആ പിശാച് ചോദിച്ചു, ഞാൻ ഏകദേശം 70 ആളുകളുടെ അരികിലേക്ക് പോയിക്കൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിസ്കാരം വാജിബല്ല, നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല. അവരൊക്കെ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു. കാരണം ഒരു മേഘരൂപത്തിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും. എന്തുകൊണ്ടാണ് താങ്കൾ വിശ്വസിക്കാത്തത്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വാജിബാക്കിയ ഒരു കാര്യം എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്നോട് ചെയ്യണ്ട എന്ന് പറയുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാര്യം, ശരീഅത്തിന്റെ ഏതെങ്കിലും ഒരു വിഷയം ഒരാൾക്ക് വാജിബല്ല എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, ശരീഅത്ത് നിർബന്ധമാക്കിയ ഒരു കാര്യം ഒരാൾ പറയാണ് എനിക്കത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇനി ഒരു വ്യക്തി നിസ്കാരം വാജിബാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി നിസ്കാരം ഒഴിവാക്കിയാൽ അതിന്റെ വിധി എന്താണ്? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ ഭിന്നതകളുണ്ട്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായം 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ചില പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കാരം പൂർണ്ണമായി ഒഴിവാക്കിയാൽ മാത്രമാണ് കാഫിറാവുക. ഒരു വ്യക്തി തീരെ നിസ്കരിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കാഫിറാകും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതരുടെ അഭിപ്രായം. നിസ്കാരം ഒരു വ്യക്തി പൂർണ്ണമായി ഒഴിവാക്കിയാൽ ആ വ്യക്തി കാഫിറാകും. ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം 5 വക്ത് നിസ്കാരമാണ്. ഒരു വ്യക്തി 4 വക്ത് നിസ്കരിച്ചു, ഒരു വക്ത് ഒഴിവാക്കി, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി കാഫിറാവുകയില്ല. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം.
എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, മടി കാരണം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു വഖ്ത് നിസ്കാരമാണ് ഒഴിവാക്കിയതെങ്കിൽ പോലും അവൻ കാഫിറാകും. അതാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയുടെ അഭിപ്രായം. ഒരു വഖ്ത് നിസ്കാരമാണെങ്കിൽ പോലും ആ വ്യക്തി കാഫിറാകും. ഈ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത മനസ്സിലായില്ലേ? ഒരു വ്യക്തി നിരുപാധികം അല്ലെങ്കിൽ പൂർണ്ണമായും നിസ്കാരം ഒഴിവാക്കിയാലാണ് കാഫിറാവുക എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ, അതല്ല ഒരു വഖ്ത് തന്നെ ഒഴിവാക്കിയാൽ കാഫിറാകുമെന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. ഇമാം ലാലികാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂൽ ഇഅ്തിഖാദി അഹ്ലി സുന്ന എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, യക്ഫി താരിഖു സ്വലാത്തി ആറൻ അന്ന അഹ്ലൽ ഇൽമി ഇഖ്തലഫു ഹൽ ഹുവ മുസ്ലിമുൻ ഔ കാഫിർ. നിസ്കാരം ഒഴിവാക്കുന്നവന്റെ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം എന്താണ്? അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. ആ ഒരു വിഷയം തന്നെ മനസ്സിലാക്കിയാൽ മതി അതിന്റെ ഗൗരവം അറിയാൻ. അതല്ലാതെ കാഫിറാകോ ഇല്ലയോ എന്ന ചർച്ച അവിടെ ഇരിക്കട്ടെ. അവിടെയുള്ള അഭിപ്രായ വ്യത്യാസം എന്താണ്? അവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവാൻ പാടില്ല. ആ ഒരു വിഷയം മനസ്സിലാക്കുക. അതിനുശേഷം മറ്റൊരു മസ്അല, ബറകല്ലാഹു ഫീക്കും, നിസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മഹത്വമാണ്. നിസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മഹത്വമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദ അല്ലാഹു ലഹു നുസ്ലഹു അല്ലെങ്കിൽ നുസുലഹു മിനൽ ജന്നതി കുല്ലമാ ഗദാ ഔ റാഹ. ശരിക്കും ശ്രദ്ധിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അവന്റെ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് പോവുകയാണെങ്കിൽ അവൻ പോകുന്ന സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരു സൽക്കാരം, ഒരു വിരുന്ന് സ്വർഗത്തിൽ തയ്യാറാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിസ്കാരത്തിന് വരുന്ന മഹത്വമാണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നിസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ ഇത്ര വലിയൊരു പ്രതിഫലം നമ്മുടെ ഓരോരോ മസ്ജിദിലേക്കുള്ള വരവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു മഹത്വം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഞാനിപ്പോൾ മസ്ജിദിലേക്ക് പോയാൽ എന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു വിരുന്നാണ് സ്വർഗത്തിൽ തയ്യാറാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് പോകുന്ന മറ്റൊരു മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തതഹറ ഫീ ബൈതിഹി, ആരെങ്കിലും അവന്റെ വീട്ടിൽ നിന്ന് വുളൂ ചെയ്താൽ, ثم مشى الى بيت من بيوت الله, അതിനുശേഷം മസ്ജിദിലേക്ക് നടന്നുകൊണ്ടുപോയാൽ ലിയഖ്ളിയ ഫരീളതൻ മിൻ ഫറായിദില്ലാഹ്, ഒരു നിസ്കാരം നിസ്കരിക്കാൻ, അല്ലാഹു കൽപ്പിച്ചിരിക്കുന്ന ഒരു നിസ്കാരം നിസ്കരിക്കാൻ അവൻ മസ്ജിദിലേക്ക് നടന്നുകൊണ്ടുപോയാൽ, കാനത് ഖുതുവാതുഹു ഇഹ്ദാഹുമാ തഹുത്തു ഖതീഅതൻ വൽ ഉഖ്റാ തർഫഉ ദറജതൻ, അവൻ നടക്കുന്ന ഓരോരോ കാലടിയും വീട്ടിൽ നിന്ന് ഇറങ്ങി മസ്ജിദിലേക്ക് നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു കാല് വെക്കുമ്പോൾ അവന്റെ ഒരു പാപം അല്ലാഹു മായ്ച്ചു കളയും. അടുത്ത കാല് വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ അവൻ എഴുതും. വീണ്ടും ഒരു കാല് വെക്കുമ്പോൾ അല്ലാഹു അവന്റെ തിന്മകൾ മായ്ച്ചു കളയും. ഇങ്ങനെ എത്ര ചെവിട്ടടിയാണോ നടക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് അവന്റെ പാപങ്ങൾ മാപ്പാക്കുകയും അവന് നന്മകൾ അധികരിപ്പിച്ച് നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എത്ര വലിയ ഫضലാണ് സഹോദരങ്ങൾ, എത്ര വലിയ ഫضലാണ്. അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എത്ര വലിയ നിഅമത്താണ്. പക്ഷേ അള്ളാഹുവിന്റെ ആ ഫضൽ, അള്ളാഹു നമ്മോടുള്ള ആ സ്നേഹം, അതൊന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ചെറിയൊരു ഇബാദത്തിന് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നത് ഇത്ര വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് മസാജിദ് നമ്മുടെ വീടിനടുത്താണെങ്കിൽ നടന്നുകൊണ്ട് തന്നെ മസ്ജിദിലേക്ക് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. ഇന്ന് ചില ആളുകൾക്കൊക്കെ മസ്ജിദിലേക്ക് വാഹനത്തിൽ മാത്രം പോകാനാണ് താല്പര്യം. മസ്ജിദ് ദൂരെയാണെങ്കിൽ പ്രശ്നമില്ല, മസ്ജിദ് അടുത്താണെങ്കിൽ നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലാണെങ്കിൽ നടന്നു പോകാൻ വേണ്ടി പരിശ്രമിക്കുക. ബനു സലിമ ഗോത്രം മദീനയുടെ വിദൂരമായി അല്ലെങ്കിൽ മസ്ജിദിന്റെ ദൂരെ താമസിച്ചിരുന്നൊരു ഗോത്രമാണ്. അവരൊരു ദിവസം തീരുമാനമെടുത്തു, ഇത്രയും ദൂരത്ത് നിന്ന് നടന്ന് മസ്ജിദിലേക്ക് വരണ്ടേ, അതുകൊണ്ട് എന്ത് ചെയ്യാം, മസ്ജിദിനടുത്ത് നമുക്ക് വീട് നിർമ്മിക്കാമെന്ന് തീരുമാനമെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞപ്പോൾ പറഞ്ഞു, ബനു സലിമ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അവിടുന്ന് മാറ്റരുത്. തുക്തബു ആഥാറുക്കും, നിങ്ങൾക്ക് നടക്കുന്നതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് മസ്ജിദിലേക്കുള്ള നടത്തം എന്നുള്ളത് ഇബാദത്താണ്.
മസ്ജിദിലേക്കുള്ള നടത്തം എന്നുള്ളത് ഇബാദത്താണ്. നമ്മൾ നടക്കുന്നതനുസരിച്ച് നമ്മുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും, നമ്മുടെ ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. ചില ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചു പറയുന്നു, ഒരു വ്യക്തിക്ക് ഇനി തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൗബ ചെയ്ത് കഴിഞ്ഞ ഉടനാണ്. അതിനുശേഷം അദ്ദേഹം മസ്ജിദിലേക്ക് പോവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളില്ല, പൊരുത്തപ്പെടാൻ പാപങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ എല്ലാ ചവിട്ടടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ രേഖപ്പെടുത്തുമെന്ന് ഉലമാക്കൾ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് മസ്ജിദിലേക്കുള്ള നടത്തം വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മസ്ജിദിലേക്ക് പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബറകല്ലാഹു ഫീക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സുവിബ ലിസ്സലാത്തി ഫലാ തഅതൂഹാ വഅൻതും തസ്അഊൻ. നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിൽ നിന്ന് വിളിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ നിങ്ങൾ അമിത വേഗതയിൽ മസ്ജിദിലേക്ക് വരരുത്. അമിത വേഗതയിൽ മസ്ജിദിലേക്ക് വരരുത്. ഫഅതൂഹാ വഅലൈക്കും അസ്സകീന. സമാധാനത്തിൽ അധികം ധൃതി കാണിക്കാതെ നിങ്ങൾ മസ്ജിദിലേക്ക് വരിക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമു. നിങ്ങൾക്ക് ഇമാമിന്റെ കൂടെ എത്രയാണോ നിസ്കാരം ലഭിച്ചത് അത് നിങ്ങൾ നിസ്കരിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ ചിന്തിക്കും അവിടെ എത്തുമ്പോൾ നിസ്കാരം നഷ്ടപ്പെടൂലേ, അതുകൊണ്ട് വേഗതയിൽ ഓടിപ്പോകും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് പ്രവാചകൻ പറയുകയാണ്, ഫഇന്ന അഹദകും ഇദാ കാന യഅമുദു ഇലസ്സലാത്തി ഫഹുവ ഫീ സ്വലാഹ്. ആരെങ്കിലും സത്യസന്ധമായി നിസ്കാരത്തിലേക്ക് പോകാനുള്ള ഉദ്ദേശം മനസ്സിലുണ്ടായിട്ടും അവൻ എന്തെങ്കിലും കാരണത്താൽ താമസിച്ചു പോയതാണെങ്കിൽ, നിസ്കാരം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ മസ്ജിദിൽ പോകുന്നത് എങ്കിൽ അവന് നിസ്കാരത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഒരു വ്യക്തി പതിവനുസരിച്ച് ജമാഅത്തിനൊക്കെ പെട്ടെന്ന് പോകാറുണ്ട്. ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന് മസ്ജിദിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിച്ചില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ജമാഅത്തിന്റെ സമയമായി. പെട്ടെന്ന് ഓടിക്കതച്ചു പോവുക ആവശ്യമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പതുക്കെ വരിക, സമാധാനത്തിൽ വരിക. അങ്ങനെ നിങ്ങൾ വന്ന് നിസ്കരിക്കുക. അഥവാ നിങ്ങൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടാൽ നിങ്ങളത് പൂർത്തീകരിക്കുക. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയോട് ഒരു ദിവസം ചോദിക്കപ്പെട്ടു, പല ആളുകളും ജമാഅത്ത് ലഭിക്കാൻ അമിത വേഗതയിൽ വാഹനം ഓടിച്ചു വരാറുണ്ട്, അതിന്റെ വിധി എന്താണ്? ഷെയ്ഖ് പറഞ്ഞു, ജമാഅത്ത് ലഭിക്കാനാണെങ്കിലും മറ്റിതര സാഹചര്യങ്ങളിലാണെങ്കിലും അമിത വേഗതയിൽ വാഹനം ഓടിക്കരുത്. അത് ആ ഓടിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിനും മറ്റുള്ളവർക്കും ഒരു പക്ഷേ പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് മല്ലെ വരിക. ജമാഅത്ത് ലഭിക്കുകയാണെങ്കിൽ ജമാഅത്തായി നിസ്കരിക്കുക. ജമാഅത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ നിയ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അതുകൊണ്ട് നമ്മുടെ ആവേശത്തിലല്ല കാര്യം, മറിച്ച് ആവേശം ശറഅ അനുസരിച്ച് തിട്ടപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. ചില ആളുകൾ ആവേശപുറത്ത് ജമാഅത്ത് മിസ്സായാൽ എനിക്ക് ഭയങ്കര പ്രയാസമായിരിക്കും എന്നൊരു ആശയത്തിൽ പെട്ടെന്ന് ഓടിപ്പോകും. നല്ല നിയ്യത്താണ്, പക്ഷേ അതിന്റെ ആവശ്യമില്ല. ഓടിക്കൊണ്ട് മസ്ജിദിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ അത് വിലക്കിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയം ഓർമ്മയിലുണ്ടാവുക. അങ്ങനെ ഒരു വ്യക്തി മസ്ജിദിലേക്ക് എത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന്റെ ചെരുപ്പഴിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് കാലഴിക്കലാണ് സുന്നത്ത്. ഇടത്തെ കാല് ആദ്യം അഴിക്കലാണ് സുന്നത്ത്. അതിനുശേഷം മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത്തെ കാല് വെച്ചുകൊണ്ട് മസ്ജിദിലേക്ക് പ്രവേശിക്കുക. എന്താണ് അതിന്റെ തെളിവ്? എല്ലാവരും ആ തെളിവ് മനപ്പാടാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു അധ്യായം കൊണ്ടുവന്നു, ബാബു തയമ്മുനി ഫീ ദുഖൂലിൽ മസ്ജിദ്. മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത്തെ ഭാഗം മുന്തിക്കുന്ന വിഷയത്തിലുള്ള അധ്യായം. അതിൽ ഇമാം ബുഖാരി റഹിമഹുല്ല അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിച്ചു. അദ്ദേഹം മസ്ജിദിൽ കയറുമ്പോൾ വലത്തെ കാല് വെക്കും, മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാൽ മുന്തിക്കുകയും ചെയ്യുമെന്ന് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും നിങ്ങൾ മസ്ജിദിലേക്ക് കയറുമ്പോൾ വലത്തെ കാല് വെക്കുക, മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാല് വെച്ച് ഇറങ്ങുക എന്ന് പറഞ്ഞതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് അത് സ്ഥിരപ്പെട്ടിരിക്കുന്നത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ച ഹദീസ്,
പ്രവാചകന് എല്ലാ കാര്യങ്ങളിലും വലത്തെ ഭാഗം മുന്തിക്കുന്നത് ഇഷ്ടമായിരുന്നു. ഇനി ഒരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, മസ്ജിദിലേക്ക് നാം ചെരുപ്പഴിച്ചു വെച്ചു, ഇടത്തേക്കാൽ ആദ്യം അഴിച്ചു, അങ്ങനെ ചെരുപ്പഴിച്ചു വെച്ചു. മസ്ജിദിലേക്ക് വലത്തേക്കാൽ വെച്ച് കയറുമ്പോൾ എന്ത് പറയണം? അബൂ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫൽയഖുൽ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. മസ്ജിദിലേക്ക് കയറുമ്പോൾ എന്ന് പറയുക, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പറയുക. എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ദിക്റുകൾ പറയുമ്പോൾ അതിന്റെ ലബ്തും നിങ്ങൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അതിന്റെ അവസാനങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മസ്ജിദിൽ നിസ്കരിക്കാൻ വേണ്ടി കയറി. അവിടെ ഒരു സഹോദരൻ മഗ്രിബ് ഇശാ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുകയായിരുന്നു. അവിടെ ഹയ്യ അലസ് സ്വലാഹ്, അതിനുശേഷം ഹയ്യ അലൽ ഫലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന്റെ ശരിക്കും എന്താണ്? ഹയ്യ അലൽ ഫലാഹ് എന്നാണോ ഹയ്യ അൽ ഫലാത്ത് എന്നാണോ? അപ്പൊ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഇഖാമത്ത് കൊടുക്കുന്ന സഹോദരൻ പറഞ്ഞു ഹയ്യ അലൽ ഫലാത്ത്. അപ്പൊ അദ്ദേഹം കരുതി സ്വലാത്ത് ഹയ്യ അലൽ സ്വലാത്ത്, അതിനുശേഷം ഹയ്യ അലൽ ഫലാത്ത്. ഫലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരുഭൂമിയിലേക്ക് വാന്ന അർത്ഥം. ഹയ്യ അലൽ ഫലാഹ് എന്നാണ്. ഹയ്യ അലൽ ഫലാഹ്, ഫലാഹ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിജയത്തിലേക്ക് വാ. അപ്പൊ നമ്മൾ പറയുന്ന അധികാറുകൾ നല്ല രൂപത്തിൽ പറയാൻ നമ്മൾ പരിശ്രമിക്കണം. ചില ആളുകൾ അല്ലാഹു അക്ബാർ എന്ന് പറയും. പ്രത്യേകിച്ച് ചില മസ്ജിദുകളിലൊക്കെ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബാർ എന്ന് പറഞ്ഞിട്ട് ഇമാം കൈകൊട്ടും. അക്ബാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തബലക്കാണ് അക്ബാർ എന്ന് പറയുക. അപ്പൊ അല്ലാഹു അക്ബാർ എന്ന് ഒരു വ്യക്തി പറയുക എന്നുള്ളത് തെറ്റാണ്. അല്ലാഹു അക്ബാർ എന്ന് പറഞ്ഞാൽ മഅദ് അല്ലാഹുവിന്റെ അർത്ഥം എന്താ? അല്ലാഹു തബലകളാണ് എന്നാണ്. അല്ലാഹുൽ മുഷ്തക. അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ മസ്ജിദിലേക്ക് കയറുമ്പോൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അതാണ് ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്. അതുപോലെ തന്നെ മറ്റൊരു ദിക്ർ കൂടി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ദിക്ർ കൂടി മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താണത്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്. എല്ലാവരും പഠിക്കുക. അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും അത് പഠിക്കണം. നമ്മൾ ഇതുവരെ വുദൂഇന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ദിക്റൊന്നും പഠിക്കാനുണ്ടായിരുന്നില്ല. കാരണം വുദൂവുമായി ബന്ധപ്പെട്ട അധികാറുകളില്ല. ഇവിടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അധികാറുകൾ നമ്മൾ പഠിക്കുക. മസ്ജിദിലേക്ക് കയറുമ്പോൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അതിനുശേഷം അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന്റെ ആ ദിവസത്തെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അവന്റെ ആ ദിവസത്തിലുള്ള സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം നവവി, ഇമാം സുയൂത്തി, മുഖ്ബിൽ അൽ വാദിഇ, ഷെയ്ഖ് അൽബാനി, ഇമാം മുഗൽതായി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ആ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്ര ദിക്റുകൾ നമ്മൾ പറഞ്ഞത്? 2 ദിക്റുകളാണ്. ഒന്നാമത്തേത് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാമത്തേത് അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. അതാര് ഉദ്ധരിച്ച ഹദീസാണ്? ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസ് ഷെയ്ഖ് അൽബാനിയെയും ഷെയ്ഖ് മുഖ്ബിലിനെയും പോലെയുള്ള പണ്ഡിതന്മാർ സ്വീകാര്യമാണെന്ന വിധി നൽകിയിട്ടുണ്ട്. ഈ 2 ദിക്റുകൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. ഈ 2 ദിക്റുകളും നമ്മൾ പഠിക്കുക. ഇത് ചെയ്യാത്തവരാണെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ സുബഹ മുതൽ ഇത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം എന്താ? ഈ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ദിവസത്തെ അള്ളാഹു നമുക്ക് സംരക്ഷിച്ചു തരും. നമ്മുടെ ആ ദിവസത്തെ അള്ളാഹു നമുക്ക് വേണ്ടി സംരക്ഷിച്ചു തരും. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി പ്രവാചകന്റെ അരികിൽ വന്ന് പറഞ്ഞു, വയറിന് പ്രയാസമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, തേൻ കുടിക്കുക. കാരണം അത് ഖുർആന്റെ ചികിത്സയാണ്. ആ വ്യക്തി തേൻ കുടിച്ചു. വയറുവേദന മാറിയോ? മാറിയില്ല. വീണ്ടും പ്രവാചകന്റെ അരികിലേക്ക് വന്നു. പ്രവാചകൻ പറഞ്ഞു, തേൻ കുടിക്കുക. മാറിയില്ല. വീണ്ടും പ്രവാചകന്റെ അരികിൽ വന്ന് പറഞ്ഞു. പ്രവാചകൻ എന്താ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ വയറിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ
വേണ്ടതുപോലെ നല്ല രൂപത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇതെനിക്ക് കുടിച്ചാൽ എനിക്ക് മാറ്റമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി തേൻ കുടിക്കുക. റബ്ബ് വിധിച്ചിരിക്കുന്ന ഒരു അളവുണ്ടാകും, ആ അളവെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ ചെയ്യും. ഇതുപോലെ മസ്ജിദിലേക്ക് കയറുമ്പോൾ ഈ പ്രാർത്ഥന പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുമെന്നൊരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ നാം ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് മസ്ജിദിൽ കയറുമ്പോൾ നമ്മൾ പറയേണ്ട പ്രാർത്ഥന. ഇനി മസ്ജിദിൽ കയറിയ ശേഷം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? സുന്നത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിന് ഫുഖഹാക്കൾ എന്ന് പറയും? തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയും. ആ 2 റക്അത്ത് നിസ്കാരത്തിന് ഫുഖഹാക്കൾ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് പറയും. എന്താണ് ആ വിഷയത്തിലുള്ള തെളിവ്? അബൂ ഖതാദ അൽ ഹാരിസ് ഇബ്നു റിബഈ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഖതാദ അൽ ഹാരിസ് ഇബ്നു റിബഈ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫല്യർകഅ റകഅതൈൻ ഖബ്ല അൻ യജ്ലിസ്. റവാഹുൽ ബുഖാരി വ മുസ്ലിം. നിങ്ങൾ ആരെങ്കിലും മസ്ജിദിലേക്ക് കയറുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ അവൻ ഇരിക്കരുത് എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ അവൻ ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ വിഷയത്തിൽ സഹോദരങ്ങളെ, തഹിയ്യത്തുൽ മസ്ജിദ് അതിന്റെ വിധി എന്താണ്? തഹിയ്യത്തുൽ മസ്ജിദിന്റെ വിധി എന്താ? ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ചെറുതായി ഒന്ന് വിശദീകരിച്ച് പറയാം. കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമായി വരുന്ന ഒരു മസ്അലയാണ്. തഹിയ്യത്തുൽ മസ്ജിദിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. നമ്മൾ മസ്ജിദിലേക്ക് കയറിയുടൻ നിസ്കരിക്കുന്ന ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അത് സുന്നത്താണോ അതല്ല വാജിബാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ധാരാളം പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു അത് സുന്നത്താണ്. ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നു തഹിയ്യത്തുൽ മസ്ജിദ് സുന്നത്താണ്. അവരുടെ തെളിവുകൾ എന്തൊക്കെയാണ് ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾക്ക് സാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് ഞാനത് പറയാം. ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് സുന്നത്താണെന്ന് പറയാനുള്ള തെളിവുകൾ, ഒന്നാമത്തെ തെളിവ്, നജ്ദിൽ നിന്ന് ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് താങ്കൾ പറഞ്ഞു തരണം. ഈ സമയത്ത് ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, 5 സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല. ഒരു ദിവസം 5 വക്ത് താങ്കൾ നിസ്കരിക്കണം. ഒരു ദിവസം 5 നിസ്കാരം താങ്കൾ നിസ്കരിക്കണം. ഈ വ്യക്തി പ്രവാചകനോട് ചോദിച്ചു, ഫഹൽ അലയ്യ ഗൈറുഹ, അതല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് വാജിബുണ്ടോ? ഈ 5 വക്ത് അല്ലാതെ വേറെ എന്തെങ്കിലും എനിക്ക് വാജിബുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല അൻ തതവ്വ, സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴികെ, സുന്നത്ത് നിസ്കാരങ്ങൾ വേണമെങ്കിൽ താങ്കൾക്ക് നിസ്കരിക്കാം, അതല്ലാതെ ഒന്നും വാജിബില്ല എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് അടിസ്ഥാനപ്പെടുത്തി ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നു അവിടെ തഹിയ്യത്ത് വാജിബായിരുന്നു എങ്കിൽ പ്രവാചകൻ എന്ത് പറയും? തഹിയ്യത്ത് നിസ്കാരവും അതിന്റെ കൂടെ ബാക്കി 5 വക്ത് നിസ്കാരം. അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് ആ വിഷയത്തിൽ ഒരു തെളിവായി അവർ ഉദ്ധരിക്കുന്നത്. സുന്നത്താണെന്ന് പറയാൻ ഒരു തെളിവായി ഉദ്ധരിക്കുന്നത് ഈ കാര്യമാണ്. ഇനി അത് വാജിബാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ഒരു തെളിവ് എന്താണ്? ധാരാളം തെളിവുകളൊന്നും പറയുന്നില്ല. ഒരു തെളിവ് എന്താണ്? ഒന്ന് നേരത്തെ വായിച്ച ഹദീസ്, മസ്ജിദിലേക്ക് കയറിയാൽ നിങ്ങൾ നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നിസ്കരിക്കാനുള്ള കൽപ്പനയാണ്. പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ്. അതുപോലെ തന്നെ വാജിബാണെന്ന് പറയാനുള്ള മറ്റൊരു തെളിവ്, ബറകല്ലാഹു ഫീക്കും, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുമ്പോൾ സുലൈഖ് അൽ ഗത്ഫാനി റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കയറി വന്നു. ആ സഹാബിയുടെ പേര് എല്ലാവരും പഠിക്കുക. സുലൈഖ് അൽ ഗത്ഫാനി റളിയല്ലാഹു അൻ മസ്ജിദിലേക്ക് കയറി വന്നു. അദ്ദേഹം വന്നയുടൻ അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറയുന്നു, ആ വ്യക്തി അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ സുലൈഖ് ഖും ഖും ഫർകഅ റകഅതൈൻ വതജവസ് ഫീഹിമാ. സുലൈഖ്, താങ്കൾ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക, ലളിതമായി 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നു, ചില പണ്ഡിതന്മാർ പറയുന്നു, ഇരുന്ന വ്യക്തിയോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വാജിബാണെന്നുള്ളതിന് തെളിവാണ്. അത് വാജിബാണ് എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. തഹിയ്യത്തിന്റെ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഇനി സമീപകാലം ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ വീക്ഷണം നോക്കിയാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയും ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയും പറയുന്നത് തഹിയ്യത്ത് വാജിബാണ്. ഷെയ്ഖ് അൽബാനിയുടെയും ഷെയ്ഖ് മുഖ്ബിലിന്റെയും അഭിപ്രായം അനുസരിച്ച് തഹിയ്യത്തുൽ മസ്ജിദ് വാജിബാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുകയാണ്,
ശരിക്കും ശ്രദ്ധിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുകയാണ്, അൽ ഖൗലു ബിവുജൂബി തഹിയ്യത്തിൽ മസ്ജിദി ഖൗലുൻ ഖവി. അൽ ഖൗലു ബിവുജൂബി തഹിയ്യത്തിൽ മസ്ജിദി ഖൗലുൻ ഖവി. തഹിയ്യത്തുൽ മസ്ജിദ് വാജിബാണെന്ന് പറയുന്ന അഭിപ്രായം വളരെ ശക്തമായ അഭിപ്രായമാണ്. വലാകിന്നൽ അഖറബ്, പക്ഷേ ഏറ്റവും ശരിയായി ഷെയ്ഖിന് മനസ്സിലാകുന്നത് അൽ ഖൗലു ബി അന്നഹാ സുന്നത്തുൻ മുഅക്കദ, അത് മുഅക്കദായ സുന്നത്താണ് എന്നതാണ് എനിക്ക് ഏറ്റവും ശരിയായി തോന്നുന്നത് എന്ന് ആര് പറഞ്ഞു? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ? വിഷയം വിശാലമാണ്. ഈ വിഷയം എന്നുള്ളത് വിശാലമായ ഒരു കാര്യമാണ്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാഹ് ഈ മസ്അലയിൽ സംസാരിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഹാദിഹി മിനൽ മസായിലിൽ മുഷ്കില, ഇതൊരു വിധി പറയാൻ പ്രയാസമുള്ള മസലയിൽപ്പെട്ട ഒന്നാണ്. തഹിയ്യത്ത് സുന്നത്താണോ വാജിബാണോ എന്നുള്ളത് വിധി പറയാൻ പ്രയാസമുള്ള ഒരു മസലയിൽപ്പെട്ടതാണ്. കാരണം എന്താ? ഇരുവശത്തും തെളിവുകളുണ്ട്. വാജിബാണെന്ന അഭിപ്രായത്തിനും തെളിവുകളുണ്ട്, സുന്നത്താണെന്ന അഭിപ്രായത്തിനും തെളിവുകളുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? വിശാലമായ നിലപാട് സ്വീകരിക്കുക. നിസ്കരിക്കുക, എപ്പോഴും മസ്ജിദിലേക്ക് കയറിയാൽ നിസ്കരിക്കുക. പക്ഷെ ഒരു വ്യക്തി വന്നു, അദ്ദേഹം മസ്ജിദിൽ ഇരുന്നു, അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല, അദ്ദേഹം പറയാണ് ഞാൻ നിസ്കരിക്കുന്നില്ല, അത് സുന്നത്തല്ല, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്യാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാം. അതല്ലാതെ അദ്ദേഹത്തോട് ചൂടാവാനോ അദ്ദേഹത്തോട് കയർക്കാനോ അദ്ദേഹം എന്തോ അഹ്ലുസുന്ന എന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ചെയ്തായിട്ടോ ഒന്നും കാണാൻ പാടില്ല. മറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക, സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ, സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആ വിഷയത്തിൽ അതാണ് ഏറ്റവും ശരിയായ നിലപാട്. ഇനി അടുത്തൊരു മസ്അല, ബറക്കല്ലാഹു ഫീക്കും. ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആ വ്യക്തി മസ്ജിദിൽ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അദ്ദേഹത്തിന് തഹിയ്യത്ത് നിസ്കരിക്കാമോ? നമ്മൾ പെട്ടെന്ന് മസ്ജിദിലേക്ക് വന്നു, വുളൂ എടുത്ത് മസ്ജിദിലേക്ക് കയറിയ ശേഷം അവിടെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് തഹിയ്യത്ത് നിസ്കരിക്കാമോ? നേരത്തെ പറഞ്ഞ സുലൈഖ് അൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്തിന് തെളിവാണ്? ഇരുന്നാലും എഴുന്നേറ്റ് നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, സുലൈഖ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ വന്നിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുക. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന അധ്യായം തഹിയ്യത്തുൽ മസ്ജിദി ലാ തഫൂതു ബിൽ ജുലൂസ്. ഇരുന്നാലും പിന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യാം? തഹിയ്യത്തുൽ മസ്ജിദ് നിസ്കരിക്കാം. മനസ്സിലായില്ലേ? നമ്മൾ മസ്ജിദിലേക്ക് വന്നു, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഇരുന്നു. പെട്ടെന്ന് ഒരു വ്യക്തി വല്ലാതെ ദാഹിച്ച് മസ്ജിദിലേക്ക് വന്നതാണ്, പെട്ടെന്ന് വെള്ളം കുടിക്കാൻ ആ വ്യക്തി ഇരുന്നു കൊണ്ട് വെള്ളം കുടിച്ചു. അതല്ലാതെ തഹിയ്യത്ത് നിസ്കരിക്കാത്തത് കൊണ്ട് ആ വ്യക്തി നിന്നുകൊണ്ട് വെള്ളം കുടിക്കണോ? വേണ്ട, ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക, അതിനുശേഷം എഴുന്നേറ്റ് പെട്ടെന്ന് നിസ്കരിക്കുക. ഏറ്റവും നല്ലത് തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കാതിരിക്കലാണ്. ഇരിക്കുന്നതിന് മുമ്പ് തഹിയ്യത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഇരുന്നു പോയാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് തഹിയ്യത്ത് നിസ്കരിക്കൽ അനുവദനീയമാണ്. അതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മനസ്സിലായില്ലേ? ഇരുന്നാലും അതിനുശേഷം എഴുന്നേറ്റ് തഹിയ്യത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫായിദ, ഏത് മസ്ജിദിൽ കയറിയാൽ എന്തുണ്ട്? തഹിയ്യത്തുണ്ട്. ഏത് മസ്ജിദിലാണ് നമ്മൾ കയറുന്നതെങ്കിലും അവിടെ തഹിയ്യത്തുണ്ട്. മസ്ജിദ് ആണെങ്കിൽ അവിടെ തഹിയ്യത്തുണ്ട്. ഒരു വ്യക്തി ഉംറയ്ക്ക് വേണ്ടി ഹറമിലേക്ക് പോയി, മസ്ജിദുൽ ഹറാമിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് തഹിയ്യത്തുണ്ടോ? ഇല്ല, ആ വ്യക്തിക്ക് തഹിയ്യത്തില്ല. മറിച്ച് അവിടെ തഹിയ്യത്തിന് പകരമാണ് തവാഫ്. അവിടെ തഹിയ്യത്തിന് പകരമാണ് തവാഫ് എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഖദിമ മക്ക, മക്കയിലേക്ക് വന്നപ്പോൾ, കാന അവ്വല ഷൈഇൻ ബദഅ ബിഹി ഹീന ഖദിം അന്നഹു തവല്ല, മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താ? വുളൂ ചെയ്തു. മസ്ജിദിന്റെ അവിടെ എത്തിയപ്പോൾ ആദ്യം ചെയ്ത കാര്യം വുളൂ ചെയ്തു. സുമ്മ ത്വാഫ ബിൽ ബൈത്ത്, അതിനുശേഷം കഅബ ത്വാഫ് ചെയ്തു. മനസ്സിലായില്ലേ? സാധാരണ ഒരു വ്യക്തി ഉംറയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പൊതുവെ അവിടെ നിന്ന് പോകുന്ന ആൾക്കാർക്ക് അറിയാം, പെട്ടെന്ന് പോയി തവാഫ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് പോയി ഉംറ ചെയ്യും. അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യുക? തവാഫ് ചെയ്താൽ മതിയാകുന്നതാണ്. അതിന് പുറമെ തഹിയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തി, ആ വ്യക്തിക്ക് ക്ഷീണമാണ്, പെട്ടെന്ന് തവാഫ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല, കാരണം യാത്രയൊക്കെ ചെയ്ത ക്ഷീണമുണ്ട്, അദ്ദേഹം ഒന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് തവാഫ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇരിക്കുക, പിന്നെ അദ്ദേഹം തവാഫ് ചെയ്യുക. നേരെ തവാഫ് ചെയ്യുന്നതാണെങ്കിൽ മസ്ജിദിലേക്ക് കയറിയതിന്റെ പേരിൽ തഹിയ്യത്ത് വാജിബല്ലേ, പിന്നെ ഞാൻ അങ്ങനെ ഒഴിവാക്കുക എന്ന് കരുതിക്കൊണ്ട് തഹിയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം തവാഫ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് തവാഫ് തന്നെ അവന് മതിയായതാണ്. അതുപോലെ തന്നെ ബറക്കല്ലാഹു ഫീക്കും, ഒരു വ്യക്തി മസ്ജിദിലേക്ക് കയറി വന്നു, അവിടെ ഇമാം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തില്ല? തഹിയ്യത്തില്ല, മറിച്ച് ഇമാമിനെ പിന്തുടരുക. തഹിയ്യത്തിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്.
തഹിയ്യത്തിന്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. തഹിയ്യത്തുൽ മസ്ജിദിന്റെ ഉദ്ദേശം എന്താണ്? മസ്ജിദിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. തഹിയ്യത്തുൽ മസ്ജിദിന്റെ ലക്ഷ്യം എന്താ? മസ്ജിദിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ആ മസ്ജിദിൽ കയറിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്നതിന് മുമ്പ് ആ മസ്ജിദിനെ ബഹുമാനിച്ച് 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ അത് ഫർദ് നിസ്കാരത്തിന്റെ കൂടെയാണെങ്കിൽ അതിന്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. അതല്ലാതെ പ്രത്യേകിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വന്നു, അദ്ദേഹം വിത്ർ നിസ്കരിച്ചില്ല, നേരെ വന്ന് 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. 3 റക്അത്ത് ഒന്നായിക്കൊണ്ട് വിത്ർ നിസ്കരിച്ചു. നിങ്ങൾക്കറിയാം അങ്ങനെ അനുവദനീയമാണ്. 3 റക്അത്ത് നിസ്കരിക്കാം, 5 റക്അത്ത് നിസ്കരിക്കാം. ഒരു വ്യക്തി വന്ന് 5 റക്അത്ത് ഒന്നായി അദ്ദേഹം വിത്ർ നിസ്കരിച്ചു. അങ്ങനെയാണെങ്കിൽ അതും തഹിയ്യത്തുൽ മസ്ജിദിന് പകരമായി മതിയാകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ നിസ്കാരത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് മസ്ജിദിനോടുള്ള ബഹുമാനമാണ്. മസ്ജിദിൽ കയറിയാൽ ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം. അതാണ് ആ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം. മനസ്സിലായോ? ഇതാണ് ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ ചർച്ച. അടുത്തൊരു കാര്യം, ബറക്കല്ലാഹു ഫീക്കും, അങ്ങനെ നമ്മൾ മസ്ജിദിലേക്ക് വന്നു, തഹിയ്യത്ത് നിസ്കരിച്ചു, അതിനുശേഷം അവിടെ ഇരിക്കുമല്ലേ? അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും ഇടയിലുള്ള ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അങ്ങനെ ദുആ ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? ഇഖാമത്തിന്റെ ഏത് വാക്ക് പറയുമ്പോഴാണ് എഴുന്നേൽക്കേണ്ടത്? പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇഖാമത്തിന്റെ തുടക്കത്തിൽ എഴുന്നേൽക്കുക. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹയ്യ അലസ്സലാ പറയുമ്പോൾ എഴുന്നേൽക്കുക. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇഖാമത്ത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കുക. ഇതിലേറ്റവും ശരിയായ അഭിപ്രായം, ബറക്കല്ലാഹു ഫീക്കും, ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുവത്തയിൽ പറയുന്നതാണ്. അദ്ദേഹം പറയുന്നു, ലം അസ്മഅ ഫീ ഖിയാമിൻ നാസി ഹീന തുഖാമു സ്സലാത്തു ബിഹദ്ദിൻ മഹ്ദൂദ്. ഇഖാമത്തിൽ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് ഞാനൊന്നും കേട്ടിട്ടില്ല. ഇമാം മാലിക് പറയുകയാണ്, പ്രത്യേകിച്ച് ഞാനൊന്നും കേട്ടിട്ടില്ല. ഇല്ലാ അന്നി അറാ ദാലിക അലാ താഖത്തിൻ നാസ്. ഓരോരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് അനുസരിച്ച് എഴുന്നേൽക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്ന മിൻഹുമുസ് സഖീല വൽ ഖഫീഫ്. ചില ആളുകൾക്ക് തടിയുണ്ടാകും, എഴുന്നേൽക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുക. ചില ആൾക്കാർ മെലിന്നതായിരിക്കും, പെട്ടെന്ന് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ അവസാനം എഴുന്നേൽക്കുക. പ്രത്യേകിച്ച് എഴുന്നേൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം നിശ്ചയിച്ചു തന്നിട്ടില്ല. ഇതിനാ പ്രത്യേകം പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിലെ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളൊക്കെ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഹയ്യ അലസ്സലാ പറയുമ്പോൾ എഴുന്നേൽക്കണം എന്ന് പറയും, അല്ലെങ്കിൽ ഖദ് ഖാമത്തിസ് സ്വലാ പറയുമ്പോൾ എഴുന്നേൽക്കണം എന്ന് പറയും. അതിനൊന്നും തെളിവില്ല. മറിച്ച് ഏത് സമയത്താണെങ്കിലും ഓരോരോ ആളുടെ സൗകര്യമനുസരിച്ച് എഴുന്നേൽക്കാം. ഈ വിഷയത്തിൽ തെളിവ് വന്നിരിക്കുന്ന ഒരൊറ്റ സാഹചര്യത്തിലാണ്. ഇഖാമത്ത് കൊടുക്കുന്നു, ഇമാമ് വന്നിട്ടില്ല. മസ്ജിദ് നബവിയിലൊക്കെ ചില സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇഖാമത്ത് കൊടുക്കും, ഇമാമ് അവിടുന്ന് കാറ് പാർക്ക് ചെയ്ത് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എഴുന്നേൽക്കൽ സുന്നത്തല്ല, മറിച്ച് ഇമാമ് വന്ന ശേഷമാണ് എഴുന്നേൽക്കൽ സുന്നത്ത്. ഇമാമ് വന്ന ശേഷമാണ് എഴുന്നേൽക്കൽ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ തഖൂമു ഹത്താ തറൗനി. റവാഹുൽ ബുഖാരി മുസ്ലിം. ഇഖാമത്ത് കൊടുത്താലും എന്നെ നിങ്ങൾ കാണുന്നത് വരെ എഴുന്നേൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് സമയമായി ഇഖാമത്ത് കൊടുത്തെന്ന് കരുതുക, ഇമാമ് നിൽക്കേണ്ട വ്യക്തി വന്നിട്ടില്ല, അദ്ദേഹം പുറത്താണുള്ളത്. അങ്ങനെയാണെങ്കിൽ എഴുന്നേൽക്കേണ്ടതില്ല. മറിച്ച് അവിടെ സുന്നത്ത് എന്താണ്? ഇമാമ് വരുന്നത് കണ്ടാൽ എഴുന്നേൽക്കുക. അതാണ് അവിടെ സുന്നത്ത്. അതാണ് അവിടെ സുന്നത്തായ കാര്യം. അങ്ങനെ എഴുന്നേറ്റതിന് ശേഷം സഫ് ഒന്നിച്ചു നിൽക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഫ് ചേർന്ന് അതിനിടയിൽ വിടവില്ലാതെ നിൽക്കുക. ഇതിന്റെ കൂടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം സഹോദരങ്ങളെ, ബറക്കല്ലാഹു ഫീക്കും, ചില സഹോദരങ്ങൾ കരുതുന്നത് ഇമാമിന്റെ പിന്നിലുള്ള സ്ഥലം ആർക്കുള്ളതാ? മുഅദ്ദിനുള്ളതാ. അത് വേറെ ആർക്കും കയറി നിൽക്കാൻ പാടില്ല. അത് ശരിയല്ല. ഇമാമിന്റെ പിന്നിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ആദ്യം വരുന്നവർക്കുള്ളതാണ്. അതല്ലാതെ അത് മുഅദ്ദിനുള്ളതല്ല. മുഅദ്ദിൻ 2ാം സഫ് ആണെങ്കിലും 3ാം സഫ് ആണെങ്കിലും എവിടെന്നും അദ്ദേഹത്തിന് ഇഖാമത്ത് കൊടുക്കാം. പഴയ കാലഘട്ടത്തിൽ ഇഖാമത്ത് പല സാഹചര്യങ്ങളിലും പുറത്തൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇമാമിന്റെ നേരെ പിറകിലുള്ള സ്ഥലം മുഅദ്ദിൻ മാത്രം നിൽക്കാനുള്ളതല്ല. മുഅദ്ദിൻ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യത്തിന് മുഅദ്ദിൻ മാത്രമാണ് ഹാഫിളുള്ളൂ, അദ്ദേഹം പെട്ടെന്ന് ഓതി ഇമാമിന് തെറ്റിയാൽ പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടെ വന്ന് നിൽക്കാം. അതല്ലാതെ അത് മുഅദ്ദിന് മാത്രം വെക്കപ്പെട്ട ഒരു സ്ഥലം എന്നൊരു ആശയം ശരീഅത്തിലില്ല. അത് മുഅദ്ദിന് മാത്രമുള്ള സ്ഥലമല്ല. ഇഖാമത്ത് എവിടുന്നും കൊടുക്കാം. അവസാന സഫിലാണെങ്കിൽ പോലും ഇഖാമത്ത് കൊടുക്കാം. അതുകൊണ്ട് മുഅദ്ദിനുള്ള സ്ഥലമല്ല ഇമാമിന്റെ നേരെ പിറകിലുള്ള സ്ഥലം. മറിച്ച് ആരാണോ പെട്ടെന്ന് വരുന്നത് അവിടെ അവർക്ക് നിൽക്കാം. ഇതാണ് ഈ വിഷയത്തിന് ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ
നാം വായിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന കിതാബ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സിഫത്തു സ്വലാത്തിൻ നബിയാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സിഫത്തു സ്വലാത്തിൻ നബിയാണ്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിന്റെ രൂപം വിശദീകരിക്കുന്ന വിഷയത്തിൽ സിഫത്തു സ്വലാത്തിൻ നബി എന്ന വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീന് ഗ്രന്ഥമുണ്ട്, ഷെയ്ഖ് അൽബാനിക്ക് ഗ്രന്ഥമുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസിനും ഗ്രന്ഥമുണ്ട്. സമീപകാലം ജീവിച്ച ഈ 3 പണ്ഡിതന്മാർക്കും ഈ വിഷയത്തിൽ ഗ്രന്ഥമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ പേരെന്താ? ഏകദേശം എല്ലാവർക്കും കേട്ടുപരിചയമുള്ള വ്യക്തിയല്ലേ ഇബ്നു ഉസൈമീൻ അല്ലെ? മുഹമ്മദ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സാലിഹ്, മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ. മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹം ജനിച്ചത് ഏത് വർഷമാണ്? ഹിജറ 1347. ഹിജറ 1347 റമളാൻ മാസത്തിലാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ജനിക്കുന്നത്. റമളാൻ 27-നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ജനിക്കുന്നത്. ഹിജറ 1347 റമളാൻ മാസം 27-നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 1421 ഷവ്വാൽ മാസത്തിലാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജറ 1421 ഷവ്വാൽ മാസത്തിലാണ്. എത്ര വയസ്സുണ്ട്? 74 വയസ്സ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മരണപ്പെടുമ്പോൾ 74 വയസ്സായിരുന്നു. ഏകദേശം എത്ര വർഷം മുമ്പ്? 1442. ഏകദേശം 21 വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മരണപ്പെട്ടത്. 21 വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് മരണപ്പെട്ടിരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് എപ്പോഴാണ് ജനിച്ചത്? ഹിജറ 1330. ഹിജറ 1330. അദ്ദേഹം വഫാത്തായത് ഹിജറ 1420. ഹിജറ 1420, അതായത് ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പ്. ഷെയ്ഖ് ഇബ്നു ബാസ് മരണപ്പെടുമ്പോൾ എത്ര വയസ്സായിരുന്നു? 90 വയസ്സായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് മരണപ്പെടുമ്പോൾ 90 വയസ്സായിരുന്നു. 21-22 വർഷം മാത്രമാണ് അവർ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിട്ടായിട്ടുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് ഈ 2 പണ്ഡിതന്മാർ മരണപ്പെടുന്നത്. അഹ്ലുസുന്നയുടെ ഇത്ര വലിയ 2 പണ്ഡിതന്മാർ മരണപ്പെടുന്നത് ഈ 2 വർഷത്തിന് ഒരു വർഷത്തിന്റെ വ്യത്യാസത്തിലാണ്. ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് ഇബ്നു ഉസൈമീനും. ഷെയ്ഖ് ഇബ്നു ബാസ് മരണപ്പെടുമ്പോൾ 90 വയസ്സും ഇബ്നു ഉസൈമീൻ മരണപ്പെടുമ്പോൾ 74 വയസ്സും. ഇതിൽ നമുക്കുള്ളൊരു പാഠം എന്താ? അവരൊക്കെ മരിച്ചതുപോലെ ഒരു ദിവസം നമ്മളും മരിക്കും. അവരെ നാം ഇന്ന് പറയുന്നു, അവരുടെ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ റഹിമഹുല്ലാ എന്ന് ചൊല്ലുന്നു, അവരുടെ ഇൽമ് നമ്മൾ പഠിക്കുന്നു. അവർ മരിച്ചെങ്കിലും അവരുടെ പ്രതിഫലം നിലക്കുന്നില്ല. ലോകത്ത് എത്ര കോടീശ്വരന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര പണക്കാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരുടെ പേരെ നമുക്ക് ഇന്ന് ഓർമ്മയുള്ളത്? ആരാ അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ റഹിമഹുല്ലാ ചൊല്ലുന്നത്? ആരുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മൾ മരിച്ചാലും നമ്മെ സംബന്ധിച്ചുള്ള സ്മരണ ഈ ലോകത്ത് നിലനിൽക്കണം. നല്ല രൂപത്തിലുള്ള സ്മരണ നമ്മെ സംബന്ധിച്ച് ഈ ലോകത്ത് നിലനിൽക്കണം. നമുക്ക് എന്തെങ്കിലും ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കണം. ഇതൊക്കെയാണ് ഈ പണ്ഡിതന്മാരുടെ ജീവിത ചരിത്രത്തിലൂടെ നാം ഉൾക്കൊള്ളേണ്ട ഗുണപാഠങ്ങൾ. ഒരു വ്യക്തിക്കെങ്കിലും നമ്മൾ ഫാത്തിഹ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതകാലം നിസ്കരിക്കുന്ന പ്രതിഫലം നമുക്ക് ലഭിക്കും. അദ്ദേഹം മറ്റൊരാൾക്ക് അദ്ദേഹത്തിന്റെ മകന് പറഞ്ഞു കൊടുത്തു, മകൻ മകന്റെ മകന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മൊത്തത്തിൽ നമുക്ക് അതിന് പ്രതിഫലം ലഭിക്കും. ലോകത്ത് വേറെ ഏത് വിഷയത്തിനാണ് ഈ ഫضലുള്ളത്? ഏതെങ്കിലും പണക്കാർ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാഫിര്യങ്ങളുടെ കൂട്ടത്തിൽ വലിയ വലിയ പണക്കാരുണ്ട്. ആർക്കാണ് അവരുടെ ചരിത്രം അറിയാം? ഖാറൂനിന്റെ ചരിത്രം എത്ര ആളുകൾക്ക് അറിയാം? പല ആർക്കും അറിയില്ല. ഖാറൂന്റെ ഖജനാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സാമ്രാജ്യം, അവന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് എത്ര വലുതാണ്. പക്ഷേ ഇന്ന് ചരിത്രത്തിൽ സ്മരണയില്ല. സ്മരിക്കുന്നവർ മോശമായിട്ട് മാത്രം. എത്ര എത്ര ലോക കോടീശ്വരന്മാരിവിടെ വന്നുപോയി, ആർക്കും അവരെ ഓർമ്മയില്ല. അതുകൊണ്ട് ഇൽമിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ഷെയ്ഖ് ഇബ്നു ബാസിനെയും ഇബ്നു ഉസൈമീനെയും റഹിമഹുമുല്ലാഹ്, അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഇന്നും അവരെ നമ്മൾ സ്മരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളണം. അതല്ലാതെ ഇങ്ങനെ ജീവിച്ചുപോയി, 60 വയസ്സ് ജീവിച്ചു, 70 വയസ്സ് ജീവിച്ചു, അതിനുശേഷം മരിച്ചു. മരിച്ചതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസം വീട്ടുകാർക്ക് ഓർമ്മയുണ്ടാകും. ഒരു വർഷം കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഓർമ്മയുണ്ടാവില്ല, നാട്ടുകാർക്ക് ഓർമ്മയുണ്ടാവില്ല, ആർക്കും ഓർമ്മയില്ല. ഇപ്പൊ നമ്മുടെ ഉപ്പാപ്പന്റെ ഉപ്പാപ്പ ആരാ? നമുക്കറിയില്ല. ഇമാം ഷാഫിഈ നമുക്കറിയാം, എത്ര വർഷങ്ങൾക്ക് മുമ്പ്. ഇമാം അഹ്മദ് നമുക്കറിയാം. ഹമ്മാദ് ബിൻ സലമ, ഹമ്മാദ് ബിൻ സെയ്ദ്, അബൂ സുറഅത്ത് അർ-റാസി, അബൂ ഹാതിം അർ-റാസി, അവരുടെ ചരിത്രമൊക്കെ ഇരുന്നു കൊണ്ട് നാം പഠിക്കുന്നു. എന്തുകൊണ്ടാണ്?
അവർ ഇൽമിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇൽമിന് വേണ്ടി എന്തെങ്കിലും നൽകാൻ നാം തയ്യാറാവുക. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നാം പഠിക്കുന്നത്. അതിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിഫത്തു സ്വലാത്തിൻ നബി എന്നാണ്. സിഫത്തു സ്വലാത്തിൻ നബി എന്നാണ്. ഈ വിഷയത്തിലുള്ള അടിസ്ഥാനം എന്താ? മാലിക് ഇബ്നുൽ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതിന് എതിരായി പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു രൂപം നിസ്കാരത്തിൽ ഒരിക്കലും അനുവദിക്കപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കാത്ത ഒരു രൂപം നിസ്കാരത്തിൽ ഒരിക്കലും ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇവിടെ ഷെയ്ഖ് കിതാബിന്റെ ആമുഖത്തിൽ ഹംദും സ്വലാത്തും പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് പറഞ്ഞു, ഔവലൻ, ഒന്നാമതായി ഇഅ്തഖിദ്, നീ വിശ്വസിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, അന്നക ഇദാ ഖുംത ഇലാ സ്വലാത്തി ഫഇന്നമാ തഖൂമു ബൈന യദൈ അല്ലാഹി അസ്സ വജൽ അല്ലദീ യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി അസ്സുദൂർ ثم يعلم ما توسوس به نفسك. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, നിസ്കാരത്തിനായി നീ നിൽക്കുമ്പോൾ ആദ്യം നിന്റെ മനസ്സിൽ വരേണ്ട കാര്യം എന്താ? നീ നിൽക്കുന്നത് ദുനിയാവിൽ ഏതെങ്കിലും മുതലാളിയുടെ മുമ്പിലല്ല, ഏതെങ്കിലും രാജാവിന്റെ മുമ്പിലല്ല, മറിച്ച് ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ മുമ്പിലാണ്. എങ്ങനെയുള്ള റബ്ബാണ്? നീ നിൽക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ളത് അവനറിയാം, നീ കട്ടുനോക്കുന്നത് അവനറിയാം, നിന്റെ ഓരോരോ നോട്ടങ്ങൾ, നിന്റെ ചലനങ്ങളും നിശ്ചലനങ്ങളും അറിയുന്ന റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു കാര്യം സഹോദരങ്ങളെ നിർബന്ധമാണ്. ഇന്ന് പല ആളുകളും നിസ്കരിക്കുമ്പോൾ എന്താ അവസ്ഥ? ഓരോരോ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. ഒന്നാമത്തേതായി നമ്മൾ ചിന്തിക്കേണ്ടത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റബ്ബിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. എന്നിട്ട് ശൈഖ് പറയുകയാണ്, فحينئذ حافظ على أن يكون قلبك مشغولا بصلاتك كما أن جسمك مشغول بصلاتك. നിന്റെ ശരീരം നിസ്കാരത്തിൽ എന്നതുപോലെ നിന്റെ ഹൃദയവും നിസ്കാരത്തിലായിരിക്കുക. നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ നമ്മൾ നിസ്കരിക്കാൻ ശരീരം നിസ്കാരത്തിലേക്കാണ്, അതുപോലെ നമ്മുടെ ഹൃദയവും നിസ്കാരത്തിലേക്കായിരിക്കുക. എന്നിട്ട് ശൈഖ് പറയുകയാണ്, ജിസ്മുക മുത്തജിഹുൻ ഇലൽ ഖിബ്ല ഇലൽ ജിഹത്തി അല്ലതി അമറക അല്ലാഹു അസ്സ വജൽ ഫല്യകുൻ ഖൽബുക അയ്ളൻ മുത്തജിഹൻ ഇലല്ലാഹി അസ്സ വജൽ. നിന്റെ ഹൃദയം, നിന്റെ ശരീരം ഇതൊക്കെ ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട്, അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കാൻ നീ പരിശ്രമിക്കുക എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ പറയുകയാണ്. ഇവിടെ രണ്ട് ഖിബ്ലയാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. രണ്ട് ഖിബ്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിസ്കാരത്തിൽ അവന്റെ രണ്ട് ഖിബ്ലയാണ്. ഒന്നാമത്തേത് ശരീരത്തിനുള്ള ഖിബ്ല, ഒന്നാമത്തേത് ശരീരത്തിനുള്ള ഖിബ്ല. അത് ഏത് ഭാഗത്തേക്കാണ്? കഅബയുടെ ഭാഗത്തേക്കാണ്. അത് കഅബയുടെ ഭാഗത്തേക്കാണ്. രണ്ടാമത്തേത് അവന്റെ ഹൃദയത്തിനുള്ള ഖിബ്ല. രണ്ടാമത്തേത് അവന്റെ ഹൃദയത്തിനുള്ള ഖിബ്ല. അതെന്താണ്? അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം, അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധം. ഈ രണ്ട് കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ രണ്ട് ഖിബ്ലയാണ്, രണ്ട് ഖിബ്ലയാണ്. ഒന്നാമത്തെ ഖിബ്ല എന്ന് പറയുന്നത് ശരീരത്തിനുള്ള ഖിബ്ല, രണ്ടാമത്തേത് ഖൽബിനുള്ള ഖിബ്ല, ഖൽബിനുള്ള ഹൃദയത്തിനുള്ള ഖിബ്ല. ശരീരത്തിനുള്ള ഖിബ്ലയാണ് പൊതുവെ ഫുഖഹാക്കൾ ചർച്ച ചെയ്യാറുള്ളത്. ശരീരത്തിനുള്ള ഖിബ്ലയെ കുറിച്ചാണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഫുഖഹാക്കൾ ചർച്ച ചെയ്യാറുള്ളത്. നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടുന്നതിന് വിധി എന്താണ്? ഷർത്താണ്. നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഖിബ്ലക്ക് മുന്നിടാൻ കഴിവുണ്ടായിട്ടും ഖിബ്ലക്ക് മുന്നിടാതെ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം ബാത്തിലാണ്. ആ വിഷയത്തിൽ ധാരാളം തെളിവുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചു. ആദ്യം എവിടേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചു കൊണ്ടിരുന്നത്? ബൈത്തുൽ മഖ്ദിസ് ആണ്, ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. എത്ര മാസം? ഏകദേശം 17 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു,
കഅബയെ അള്ളാഹു ഖിബിലയായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം കാരണത്താൽ പ്രവാചകൻ ചെയ്യാറുള്ളത് എന്താ? കഅബയുടെ ഒരു വശത്ത് നിന്നാൽ അതിന് നേരെയാണ് ബൈത്തുൽ മഖ്ദിസ് വരിക. അപ്പൊ ബൈത്തുൽ മഖ്ദിസ് ഇവിടെയാണെങ്കിൽ കഅബ ഈ വശത്താണെങ്കിൽ ഇവിടെ നിസ്കരിച്ചാൽ ബൈത്തുൽ മഖ്ദിസ് കിട്ടും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം കഅബയും ബൈത്തുൽ മഖ്ദിസും മുമ്പിൽ വരുന്ന രൂപത്തിൽ നിസ്കരിക്കുമായിരുന്നു. പ്രവാചകന് അത്രയും ആഗ്രഹമായിരുന്നു കഅബയിലേക്ക് നിസ്കരിക്കണമെന്ന്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയിലേക്ക് മുന്നിടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഅബക്ക് മുന്നിട്ടുകൊണ്ട് ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. ഏത് നിസ്കാരത്തിന്റെ? ഫർള് നിസ്കാരത്തിന്റെ. ഫർള് നിസ്കാരത്തിൽ ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് യാത്രക്കാരനാണെങ്കിലും യാത്രക്കാരനല്ല എങ്കിലും നിർബന്ധമാണ്. ഖിബലക്ക് മുന്നിട്ട് നിസ്കരിക്കുക എന്നുള്ളത് യാത്രക്കാരനാണെങ്കിലും യാത്രക്കാരനല്ല എങ്കിലും നിർബന്ധമായ കാര്യമാണ് ഫർള് നിസ്കാരങ്ങളിൽ. ഇനി ചില സാഹചര്യങ്ങളിൽ ഫർദ് നിസ്കാരത്തിൽ ഖിബലക്ക് മുന്നിടൽ ഒഴിവാക്കാൻ ശരീഅത്ത് അനുവാദം നൽകിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, ഒരു വ്യക്തി യുദ്ധ സാഹചര്യങ്ങളിലാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശക്തമായ യുദ്ധം. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖിബലക്ക് നേരെ തിരിഞ്ഞാൽ ശത്രു ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖിബലക്ക് മുന്നിടാതെ ഏത് വശത്തേക്കാണെങ്കിലും നിസ്കരിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇബ്നു ഉമർ പറയുന്നതാണ്, നബിയല്ല, ഇബ്നു ഉമർ പറയുന്നതാണ്. യുദ്ധ സാഹചര്യങ്ങളിലാണെങ്കിൽ ഏത് വശത്തേക്കും നിസ്കരിക്കാം. അതൊരിക്കലും ഇബ്നു ഉമർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് പറയില്ല, മറിച്ച് പ്രവാചകനിൽ നിന്ന് കേട്ടതായിട്ടാണ് പറയുക. മനസ്സിലായില്ലേ? അപ്പൊ യുദ്ധ സാഹചര്യങ്ങളിലാണെങ്കിൽ ഖിബലക്ക് മുന്നിടാതെ എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അതുപോലെ തന്നെ ഒരു വ്യക്തി യാത്രയിലാണ്, ഒരു വ്യക്തി യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഖിബലയുടെ ദിശ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഏത് ഭാഗത്തേക്കാണ് ഖിബല എന്ന് മനസ്സിലാകുന്നില്ല. ഒരു സ്ഥലത്തെത്തി അവിടെ ഖിബല ഏത് വശത്താണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ വ്യക്തിയെ അവിടെ ചോദിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ മനസ്സിലാകാൻ പ്രത്യേകിച്ച് ഒരു വഴിയുമില്ല. ആ വ്യക്തി എന്ത് ചെയ്തു? അവിടെ വെച്ച് നിസ്കരിച്ചു. ആ വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ധാരണയനുസരിച്ച് അദ്ദേഹം നിസ്കരിച്ചു. പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അത് ശരിയായിരുന്നില്ല, ഞാൻ നിസ്കരിച്ചത് ഖിബലക്കെതിരായിരുന്നു. എന്ത് ചെയ്യണം? മാറ്റി നിസ്കരിക്കേണ്ടതില്ല. എന്താണ് തെളിവ്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സരിയ്യ. നമ്മൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു, യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയിലായിരുന്നു. ഫഅസാബനാ ഗൈമുൻ, അങ്ങനെ ശക്തമായ കാർമേഘം എല്ലായിടത്തും മൂടി. ഫതഹറൈന വഖ്തലഫ്നാ ഫിൽ ഖിബ്ല, നമ്മൾ എല്ലാവരും ഏത് വശത്താണ് ഖിബ്ല എന്നറിയാൻ കുറെ പരിശ്രമിച്ചു. പക്ഷേ നമുക്ക് ആർക്കും നല്ലൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇതാണ് ഉറപ്പ് പറയാൻ ഒരു ഉത്തരം ലഭിച്ചില്ല. എന്നിട്ട് ജാബിർ പറയുകയാണ്, ഫസല്ല കുല്ലു റജുലിൻ മിന്നാ അലാ ഹിദ, നമ്മളിൽ പല ആളുകളും ഓരോരോ വശത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഒരാളുടെ ധാരണയനുസരിച്ച് അവർ പറഞ്ഞു ഇങ്ങോട്ടാണ് ഖിബ്ല, അവർ അങ്ങോട്ട് നിസ്കരിച്ചു. വേറെ പലരും ഓരോരോ ഭാഗത്ത് നിസ്കരിച്ചു. അങ്ങനെ ഫലമ്മ അസ്ബഹ്ന, പ്രഭാതമായപ്പോൾ, നളർനാഹു, നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ നാം നോക്കിയപ്പോൾ മനസ്സിലായി, നഹ്നു സല്ലൈന അലാ ഗൈരിൽ ഖിബ്ല, നാം നിസ്കരിച്ചത് ഖിബ്ലയുടെ ഭാഗത്തായിരുന്നില്ല. ഫദകർനാ ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാര്യം നാം പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ, ഫലം യഅ്മുറുനാ ബിൽ ഇആദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കി നിസ്കരിക്കാൻ പറഞ്ഞില്ല എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ദാറുഖുത്നി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അത് സ്വീകാര്യമാണെന്ന് വിധിയും നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു വ്യക്തി യാത്രയിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് ഖിബ്ലയുടെ ദിശ മനസ്സിലാകുന്നില്ല, അത് മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല, അദ്ദേഹം ഒരു ധാരണയിൽ നിസ്കരിച്ചു, പിന്നെ മനസ്സിലായി അത് തെറ്റാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല. പഴയ കാലഘട്ടത്തിൽ ആൾക്കാർ അവരുടെ സഞ്ചാരത്തിൽ ഖിബ്ല മനസ്സിലാക്കാൻ ചന്ദ്രനെ നോക്കി അവർക്ക് മനസ്സിലാകുമായിരുന്നു, അല്ലെങ്കിൽ സൂര്യനെ നോക്കി മനസ്സിലാകുമായിരുന്നു, കാറ്റിന്റെ സഞ്ചാരമനുസരിച്ച് മനസ്സിലാകുമായിരുന്നു. നൈല്, ഫുറാത്ത് പോലെയുള്ള വലിയ വലിയ നദികൾ നോക്കി ഖിബ്ലയുടെ ഭാഗം പറയുന്നവരുണ്ടായിരുന്നു. അതൊക്കെ പഴയ കാലഘട്ടത്തിൽ ആളുകൾ സ്വീകരിച്ചിരുന്ന മാർഗമാണ്. ഇന്ന് അതൊന്നും പല ആളുകൾക്കും അറിയില്ല, നമുക്കറിയില്ല, എനിക്കറിയില്ല, നിങ്ങൾക്കറിയുന്ന എനിക്കറിയില്ല, പല ആളുകൾക്കും അറിയില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം? ഷെയ്ഖ് ഇബ്നു ഉസൈമീനും ഷെയ്ഖ് ഇബ്നു ബാസും ഫത്വ നൽകുന്നു, നമ്മുടെ നാടുകളിൽ ഇന്ന് പ്രചാരണത്തിലുള്ള ഖിബ്ല ഫൈൻഡർ, അത് ഉപയോഗിച്ചുകൊണ്ട് ഖിബ്ല മനസ്സിലാക്കാൻ പരിശ്രമിക്കാം.
അത് ഉപയോഗിച്ചുകൊണ്ട് ഖിബല മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാ ചെയ്യേണ്ടത്. അതിന് പറ്റുന്നില്ല എങ്കിൽ, ആരും ചോദിക്കാനില്ല, അങ്ങനെയാണെങ്കിൽ ഖിബല ഫൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് ഖിബലയുടെ വശം നോക്കുകയും നിസ്കരിക്കുകയും ചെയ്യാം. അങ്ങനെ പരിശ്രമിച്ച് നമുക്ക് വേറെ ഒരു മാർഗവുമില്ല മനസ്സിലാക്കാൻ, നമ്മൾ വേണ്ടതുപോലെ പരിശ്രമിച്ചു, എന്നിട്ട് നമുക്ക് തെറ്റിപ്പോയാലോ? ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടതില്ല, ആ നിസ്കാരം ശരിയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഫർദ് നിസ്കാരങ്ങളിൽ അടിസ്ഥാനം എന്നുള്ളത് യാത്രക്കാരനാണെങ്കിലും അല്ല എങ്കിലും ഖിബലക്ക് നേരെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് നിന്ന് നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഖിബലക്ക് നേരെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഫ്ലൈറ്റ് അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക്, അദ്ദേഹത്തിന്റെ യാത്ര അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക് നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് എത്തുമെന്ന് ഉറപ്പ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതുവരെ കാത്തു നിൽക്കുക. നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും എന്നൊരു ഏകദേശം ഉറപ്പുണ്ടെങ്കിൽ അതുവരെ അദ്ദേഹം കാത്തിരിക്കുക. അതല്ലാതെ പെട്ടെന്ന് യാത്രയല്ലേ, ഖിബല വേണ്ട എന്ന് വിചാരിച്ച് നിസ്കരിക്കരുത്. മറിച്ച് അവിടെ എത്തുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ അതുവരെ കാത്തിരിക്കുക. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഖളാ ആകുന്ന സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല, അങ്ങനെയുള്ള ഒരു യാത്രയിലാണ്, ദീർഘമായ യാത്രയിലാണ് എങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ഭാഗത്തേക്കാണോ അങ്ങനെ നിസ്കരിക്കുക, ഏത് ഭാഗത്തേക്കാണോ അങ്ങനെ നിസ്കരിക്കുക. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ചില സഹോദരങ്ങൾ നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും നിന്ന് നിസ്കരിക്കുകയില്ല. നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും നിന്ന് നിസ്കരിക്കുകയില്ല. സൗദി എയർലൈൻസിലൊക്കെ നിന്ന് നിസ്കരിക്കാൻ നിസ്കാര മുറി തന്നെ പല ഫ്ലൈറ്റുകളിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫർള് നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടായിട്ടും ഒരു വ്യക്തി നിസ്കരിക്കുന്നില്ല എങ്കിൽ അവന്റെ നിസ്കാരം ബാത്തിലാണ്, അവന്റെ നിസ്കാരം ബാത്തിലാണ്. എല്ലാ വിമാനങ്ങളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സൗദി എയർലൈൻസിൽ അതുണ്ട്. അവിടെ നിസ്കാര റൂം പല സംവിധാനങ്ങളിലുമുണ്ട്. വലിയ റൂം തന്നെയാണ്, എല്ലാ ഭാഗത്തും കർട്ടനൊക്കെ ഇട്ട് നല്ല റൂം തന്നെയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇതാണ് ഫർള് നിസ്കാരത്തിന്റെ വിധി. ഇനി സുന്നത്ത് നിസ്കാരത്തിന്റെ വിധി എന്താണ്? സുന്നത്ത് നിസ്കാരത്തിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖിബലക്ക് മുന്നിടുക എന്നുള്ളത് ഷർത്തല്ല. സുന്നത്ത് നിസ്കാരത്തിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഖിബലക്ക് മുന്നിടുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയല്ല. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, كان النبي صلى الله عليه وسلم يصلي التطوع وهو راكب في غير القبلة. ഖിബലയുടെ ദിശയിലേക്കല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഒരു വ്യക്തി രാവിലെ വീട്ടിൽ നിന്ന് യാത്ര പോയി, അദ്ദേഹത്തിന്റെ കൂടെ കുടുംബമുണ്ട്. അങ്ങനെ വഴിമധ്യേ ഒരു 9 മണിയൊക്കെ ആയി, 10 മണിയായി. അതിൽ നിന്ന് ആർക്കെങ്കിലും ളുഹ നിസ്കരിക്കാൻ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ളുഹ നിസ്കരിക്കാനുള്ള സമയമായി. അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം യാത്രയുടെ ഇടയിൽ തന്നെ ഖിബലക്ക് മുന്നിടാതെ നിസ്കരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന ഇളവുകൾ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിന് പ്രയാസമുണ്ടാവാൻ പാടില്ല. റബ്ബ് നൽകിയിരിക്കുന്ന ഇളവുകൾ അത് അവന്റെ സമ്മാനമാണ്, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്, യാത്രക്കാരനാണെങ്കിൽ ഖിബലക്ക് മുന്നിടാതെ പ്രവാചകൻ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇനി ഒരു വ്യക്തി മുന്നിട്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ മുന്നിടാതെ നിസ്കരിക്കാനും ശരീഅത്ത് അനുവാദം നൽകിയിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നത് പോലെ. മനസ്സിലായില്ലേ? ഒരു വ്യക്തിക്ക് നിസ്കരിക്കുമ്പോൾ 2 ഖിബലയാണ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ശരീരത്തിനുള്ള ഖിബല, അതിന്റെ അഹ്കാമുകളാണ് നമ്മൾ പറഞ്ഞത്, അതിന്റെ അഹ്കാമുകളാണ് നാം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് ഏതാണ്? ഹൃദയത്തിന്റെ ഖിബല, ഹൃദയത്തിന്റെ ഖിബല. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഹൃദയത്തിന്റെ ഖിബലയെക്കുറിച്ച്, ഇന്നർ റജുല, ഒരു വ്യക്തി, ലയൻസരിഫു, നിസ്കാരം കഴിഞ്ഞ് ആ വ്യക്തി പോകുന്നു, വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി, അവന്റെ നിസ്കാരത്തിൽ 10ൽ 1 പ്രതിഫലം മാത്രമാണ് അവന് ലഭിക്കുന്നുള്ളൂ. വേറൊരു വ്യക്തി തുസ്ഉഹ, വേറൊരു വ്യക്തി സുമുനുഹ, സുബഉഹ, സുദുസുഹ, ഖുമുസുഹ, റുബഉഹ, സുലുസുഹ, നിസ്ഫുഹ. എന്താണ് ഹദീസിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചില ആളുകൾ മസ്ജിദിൽ വന്ന് നിസ്കരിക്കും. അതിലൊരാൾക്ക് നിസ്കാരത്തിന്റെ 10 പ്രതിഫലമാണെങ്കിൽ 1 പ്രതിഫലം മാത്രമേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. വേറെ ഒരാൾക്ക് നിസ്കാരത്തിന്റെ 7 ഭാഗം കിട്ടിയിട്ടുണ്ടാകും, 3 നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെ നിസ്കാരത്തിൽ ഓരോരോ വ്യക്തികൾക്കും അവരുടെ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ എല്ലാവരും മഗ്രിബ് നിസ്കരിച്ചു, എല്ലാവർക്കും ഒരേപോലെയാണ് പ്രതിഫലം? അല്ല, എല്ലാവർക്കും ഒരേപോലെയല്ല. എല്ലാവരും ചെയ്തത് ഒരേ പ്രവർത്തനം
എല്ലാവരും 3 റക്അത്ത്, എല്ലാവരും ഓരോ റക്അത്തിലും 2 സുജൂദ്, അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അവർക്ക് പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചില ആളുകൾക്ക് 10ൽ 1 പ്രതിഫലം, ചില ആളുകൾക്ക് 10ൽ 9 പ്രതിഫലം ലഭിച്ചു, ചില ആളുകൾക്ക് നിസ്കാരത്തിന്റെ പകുതി ലഭിച്ചു. ഇങ്ങനെ പല തരത്തിലാണ് ആൾക്കാരുടെ പ്രതിഫലം. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹൃദയത്തിന്റെ ഖിബലയെ എത്രത്തോളം ശ്രദ്ധിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൃദയത്തിന്റെ ഖിബല റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് കൈകെട്ടി ഫാത്തിഹ ഓതാൻ വേണ്ടി ആരംഭിച്ചു, ചിന്ത വന്നു, ഇന്നെന്ത് ഭക്ഷണം കഴിക്കും രാത്രി പോയിട്ട്, സമയം ഒഴിവാക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അത് പറയുക. നിസ്കാരം വീണ്ടും ഞാൻ റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കും. അല്ലെങ്കിൽ ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുക. ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ഓതാൻ വേണ്ടി പോകുമ്പോൾ അടുത്ത ചിന്ത, നാളെ എന്താ ചെയ്യുക, കച്ചവടം എങ്ങനെയായിരിക്കും. ഇങ്ങനെ ഓരോരോ ചിന്ത വരുമ്പോഴും അതിനെ തടുത്തു മാറ്റിക്കൊണ്ടേയിരിക്കുക. ഒരു വ്യക്തി ഒരു പക്ഷേ 1ാമത്തെ റക്അത്തിൽ തടുത്തു മാറ്റി 2, 3, 4 റക്അത്തിൽ മൊത്തം ചിന്ത ബിസിനസ്സാണ്, കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ചെറിയ പ്രതിഫലം. വേറെ ഒരാൾ, ആ വ്യക്തിക്ക് ചിന്തകൾ വന്നു, അതിനെ തടുത്തു, വീണ്ടും വേറെ ചിന്ത വന്നു, അതിനെയും ഒഴിവാക്കി, അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. 2 റക്അത്ത് അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് പ്രതിഫലം കൂടുതലാണ്. ഒരു വ്യക്തി നിസ്കാരത്തിൽ പൂർണ്ണമായി ചിന്തകളെ മാറ്റിക്കൊണ്ട് ഓരോരോ ചിന്ത വരുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിന്തകളെ ഒഴിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വലിയ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പല ആളുകളും ഒരേ സമയം ഒന്നിച്ച് നിസ്കരിക്കും, പക്ഷെ അവരുടെ പ്രതിഫലം പല രൂപത്തിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരീരത്തിന്റെ ഖിബലയെക്കാളും നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹൃദയത്തിന്റെ ഖിബലയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഖിബല എന്ന് പറയുന്ന നാം എല്ലാവരും ഇപ്പോൾ ഇശാക്ക് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും ഒരേ ഖിബലയിലേക്കാണല്ലേ, എല്ലാവരും ഒരേ ഖിബലയിലേക്കാണ്. പക്ഷേ മനസ്സിന്റെ ഖിബല എത്രത്തോളം നമ്മൾ നിയന്ത്രിക്കാറുണ്ട്, എത്രത്തോളം അള്ളാഹുവിലേക്ക് മാത്രമാകുന്നുണ്ട്, അതല്ല എത്ര ആളുകൾ അവരുടെ ബിസിനസ്, അവരുടെ കുടുംബം, അവരുടെ കച്ചവടം, ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാവുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വരും, അവർക്ക് നിസ്കാരത്തിന്റെ ഒരു പ്രതിഫലം ഉണ്ടാവുകയില്ല, നിസ്കാരത്തിന്റെ ഒരു പ്രതിഫലം ഉണ്ടാവുകയില്ല എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരത്തിൽ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പാഠം അതായിരിക്കണം. ഇത് നമുക്ക് കേട്ട് തീർക്കാൻ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മതി. പക്ഷെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ധാരാളം സമയം വേണ്ടിവരും. സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ 20 വർഷം ഞാൻ പരിശ്രമിച്ചപ്പോഴാണ് അടുത്ത 20 വർഷം നിസ്കാരത്തിന്റെ മാധുര്യം എനിക്ക് ലഭിച്ചത്. നമുക്ക് ഇന്ന് നിസ്കാരത്തിൽ എന്ത് മാധുര്യമുള്ളത്? ഇന്ന് പല ആളുകളുടെ അവസ്ഥ എന്താ? കൈകെട്ടി, ഇതപ്പാ തീരാ, ഇമാമ വല്ല സൂറത്താണല്ലോ ഓതുന്നത്, ഇപ്പൊ തീരോ, ആണ് ചിന്ത. എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എനിക്ക് നിസ്കാരത്തിൽ കൺകുളിർമ ലഭിക്കും. നമുക്കോ നിസ്കാരത്തിൽ പെട്ടെന്ന് തീർന്നാ മതിയുള്ളൊരു ചിന്തയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ ഖിബല നമ്മൾ നന്നാക്കണം. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖാമ അഹദുകും യുസല്ലി ഫഇന്നഹു യുനാജി റബ്ബഹു, നിങ്ങൾ ഒരു വ്യക്തി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ആരോടാണ് രഹസ്യ സംഭാഷണം നടത്തുന്നത്? അള്ളാഹുവിനോടാണ്. ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ റബ്ബിനോട് രഹസ്യമായി അവന്റെ കാര്യങ്ങൾ പറയുന്നവരെ പോലെയാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുനാജി എന്ന പദം പറഞ്ഞത്? ഇവിടെ ഉലമാക്കൾ വിശദീകരിക്കുന്നു, നമ്മൾ പൊതുവെ രഹസ്യമായിട്ട് പറയുക എങ്ങനെയുള്ള കാര്യങ്ങളാ? പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആരോടാ പറയുക? നമുക്ക് വേണ്ടപ്പെട്ടവരോട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രഹസ്യമായി പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ റബ്ബിനോടാണ് അവൻ രഹസ്യമായി സംഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ശ്രദ്ധ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ ഈ ഫിഖ്ഹും അതുപോലെ തന്നെ ഹദീസും മറ്റുമൊക്കെ പഠിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? നമ്മുടെ ഈമാൻ അധികരിക്കാനാണ്. അതല്ലാതെ തഹിയ്യത്തിന്റെ വിധി ചോദിച്ചാൽ അത് സുന്നത്താണ്, വാജിബാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഫത്വ കൊടുക്കാനല്ല. ആദ്യം നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുള്ള മാറ്റം വരണം. നിസ്കാരത്തിലുള്ള ഖിബല എന്ന് നമ്മൾ പഠിച്ചാൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിൽ എത്രത്തോളം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം റബ്ബിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ട്, ആ ഒരു പാഠം നമ്മൾ ആദ്യം പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള അഹ്കാമുകളൊക്കെ മറ്റു ചില വിഷയങ്ങളാണ്. ആദ്യം നമ്മുടെ ബന്ധം റബ്ബുമായിട്ട് നമ്മൾ ശരിയാക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് ഇശാ നിസ്കരിക്കുമ്പോൾ ഈ വിഷയം നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇന്ന് ഇശാ നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമാണ് ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ മഗ്രിബ് നിസ്കരിച്ച എത്ര ആളുകൾ എന്തൊക്കെ ചിന്തിച്ച അവർക്ക് അറിയാം. ഇനി ഇശാ നിസ്കരിക്കുമ്പോൾ നമ്മൾ കൈകെട്ടി ദുആഉൽ ഇസ്തിഫ്താഹ് പറഞ്ഞു. ആ സമയത്ത് പല ചിന്തകളും വരും, അത് മാറ്റുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുക. തീരെ നിൽക്കുന്നില്ല എങ്കിൽ ഇടത്തെ ഭാഗത്ത് ചെറിയ രീതിയിൽ തുപ്പുക എന്ന് പറഞ്ഞാൽ ഉമ്മനീര് വന്ന് ബാക്കിയുള്ള ആൾക്ക് പ്രയാസാവരുത്. മറിച്ച് നല്ല രൂപത്തിൽ ഹദീസിൽ പഠിപ്പിക്കുന്നത് പോലെ ചെറിയ രൂപത്തിൽ തുപ്പുക. അങ്ങനെ അദ്ദേഹത്തിന്റെ നിസ്കാരം
പിശാചിനെ മാറ്റിക്കൊണ്ടേയിരിക്കുക. പിശാച് വരും. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കള്ള് ഷാപ്പിലൊക്കെ അല്ലെങ്കിൽ കള്ള് കുടിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പിശാചിന് ആൾക്കാരെ വലിയ രീതിയിൽ വഴികേടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി അവർ വഴികേടിലാണ്. പിശാച് ഏറ്റവും അധികം പരിശ്രമിക്കുക എങ്ങനെയുള്ള ആളുകളിലാണ്? ഇസ്തിഖാമത്തുള്ള ആളുകളാണ്. നിസ്കരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് വന്ന് പറയും, എന്ത് നിസ്കാരം, എന്ത് ചിന്ത, ഓരോരോ ചിന്തകൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് ചില സഹോദരങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്, മറന്ന പല കാര്യങ്ങളും ഓർമ്മ വരുത്തിയപ്പോഴാണ് നിസ്കാരത്തിലാണ്. കാരണം പിശാച് ഇങ്ങനെ കൊണ്ടുവരും ഓരോരോ ചിന്തകൾ. നമ്മൾ മറന്ന കാര്യങ്ങളും മറന്നുപോയ കണക്കൊക്കെയാണ് ചില ആളുകൾക്ക് ഓർമ്മ വരാറുള്ളത്. അതുകൊണ്ട് ഈ ഒരു വിഷയം ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ഒരു ഇൽമ് നമ്മുടെ അമലിൽ ഇന്ന് മുതൽ നമ്മൾ കൊണ്ടുവരിക. അതിന്റെ മാറ്റം നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു അമൽ ഇന്ന് ഇശാ മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. എനിക്ക് നിസ്കരിക്കുമ്പോൾ എന്റെ റബ്ബിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിസ്കരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിച്ചാൽ നിസ്കാരത്തിന്റെ മാധുര്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ നമുക്ക് പഠിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ വീട്ടിലേക്ക് പോയതിനു ശേഷം മുറാജഅ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ അമലിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ ആ 2 ദിക്റുകൾ എല്ലാവരും പഠിക്കുക. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതികും അഊദു ബില്ലാഹിൽ അദീം എന്ന ദിക്റും മസ്ജിദിലേക്ക് കയറുമ്പോൾ ഉള്ള ദിക്ർ എല്ലാവരും പഠിക്കുക. ബാക്കിയുള്ള അഹ്കാമുകളും പഠിക്കുക, മുറാജഅ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തീരെ ഇടപെടരുത്. ആവശ്യമുള്ളതിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതുമായി ബന്ധപ്പെട്ട് റബ്ബ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുക. നമ്മുടെ ഓരോരോ സംസാരം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വാക്കുകൾ എല്ലാത്തിനെയും സംബന്ധിച്ച് റബ്ബ് ചോദ്യം ചെയ്യും. ഒരു പക്ഷേ ഒരു സഹോദരന്റെ അഭിമാനത്തിൽ അവൻ ഇന്നതാണ്, അവൻ മോശപ്പെട്ടവനാണ് ഇന്ന് നമ്മൾ സംസാരിച്ചാൽ, ഇന്ന് രാത്രി നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. വ്യക്തമായ ഒരു മറുപടി നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ അമലുകൾ അള്ളാഹു അവന് നൽകും. ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. നമുക്ക് സംസാരിക്കൽ നിർബന്ധമൊന്നുമല്ല എല്ലാ വിഷയത്തിലും. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച കാര്യമല്ല. അതുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടി ആവശ്യമുള്ളതിൽ മാത്രം ഇടപെടുക, അതല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. ഇബ്നു അബ്ബാസിനോട് പ്രവാചകൻ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഅക്, നിനക്ക് ഉപകാരമുള്ളതിൽ നീ താല്പര്യം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ആ നസീഹത്ത് സ്വീകരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.